ഗോപിനാഥ് മുതുകാട് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ കമന്റ് സെക്ഷനകത്ത് നിങ്ങളൊന്ന് കയറി നോക്കണം. അതിനകത്ത് നിങ്ങൾക്കൊരു മിക്സ് ബാഗ് കാണാം. ഓക്കെ, ആ മിക്സ് ബാഗിനകത്ത് തന്നെ ഈ പറഞ്ഞ ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന കുറച്ചു പേരെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കുവാടെ ഈ ഒരാൾ കമന്റ് ഇട്ടു ഫേക്ക് ആയിക്കൂടെ എന്നൊക്കെ ഉള്ളത്. വരുന്ന കമന്റുകൾ ട്രാക്ക് ചെയ്ത് ആ കമന്റുകൾ ആരാണ് ഇട്ടേ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച് അവരോട് സംസാരിച്ച് എന്താണ് കാര്യം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ വന്നിരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കമന്റ് ബോക്സ് ഒന്ന് നോക്ക്. ഓക്കെ, 1-2 കമന്റുകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ വെരി റയർ ആയിട്ടാണ് എൻ്റെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ഡിലീറ്റ് ചെയ്യുക. അത് കമന്റ് ഡിലീറ്റ് ചെയ്യാൻ കാരണം ഈ കമന്റ് ഇട്ട വ്യക്തികൾ എന്നിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാനും ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാനും വേണ്ടി ഇട്ട കമന്റുകളാണ്. പിന്നെ ലേറ്റർ ഓൺ അവർക്ക് തോന്നി അവരുടെ ഐഡന്റിറ്റി റിവീൽ ആവും എന്നുള്ളത് കൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് അവരെ തന്നെ പോയിട്ടുണ്ട്. 1-2 ഞാനും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും ഒരു നന്മ മരം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നാട്ടുകാരുടെ മുന്നിൽ ഒരു നന്മയിൽ കുളിച്ച് നിൽക്കുന്ന ഒരാളുടെ ദ അതർ ഫേസ് എങ്ങനെയാണ് അയാൾ ബാക്കിയുള്ള കുട്ടികളുടെ അടുത്തും പാരൻസിൻ്റെ അടുത്തും എടുക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ആ ഒരു ഫേസ് അയാളത് കാണിക്കണത് എന്നുള്ളത്, അത് അനുഭവിച്ച ആളുകളുടെ സംസാരം അവർ പുറത്ത് വന്ന് അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്താലും ആളുകളത് മനസ്സിലാക്കില്ല. കാരണം ആ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗോപിനാഥ് മുതുകാടിനെ കാണുന്നത് ഇപ്പോൾ ഒരു ചില മെൻ്റലിസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് സ്ലീപ്പ്, ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഓൺ. ഈ ഒരു സെറ്റപ്പിലാണ് പല എന്താ പറയുക മെൻ്റലിസ്റ്റുകളും ആളുകളും ഉറക്കി ഉണർത്തുന്നത്. അതേപോലെയാണ് ഗോപിനാഥ് മുതുകാട് ക്യാമറ ഓൺ ആക്കുമ്പോൾ അയ്യോ ഞാനിങ്ങനെയാണ്, നമ്മുടെ കുട്ടികളാണ്, പാവങ്ങളാണ്. ക്യാമറ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ മാടമ്പി സെറ്റപ്പ് ഉണ്ടല്ലോ, പഴയ മോഹൻലാൽ സിനിമകൾ, മീശ പിരിച്ച കാലുമക്കാല് കയറ്റി വെച്ച് മാടമ്പി സെറ്റപ്പിൽ എൻ്റെ ഔദാര്യം ആ സെറ്റപ്പിലേക്കാണ് ഇദ്ദേഹം മാറുന്നത്. അത് ഈ കുട്ടികളുടെയും പാരൻസിൻ്റെയും അടുത്ത് എടുക്കുന്നതുണ്ടല്ലോ, ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസാണ്. ഒരാളുടെ കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു നിൽക്കാൻ പറ്റും. ഒരാൾക്കാണ് ഈ എക്സ്പീരിയൻസ് ഉള്ളത്. ഒരുപാട് പേർക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ ഇപ്പോഴും തുറന്നു പറയാൻ പറ്റാതെ ഇയാളുടെ ഭീഷണികളിൽ പെട്ട് പേടിച്ച് നിൽക്കുന്ന ഒരുപാട് പേര് വേറെ ഉണ്ട് അവിടെ. ഓക്കെ, വേറെ പല ചാനലുകളിലും ഇയാളെ പൊക്കിയടിച്ചും ഇല്ലെങ്കിൽ ഇയാളുടെ പെർസ്പെക്റ്റീവിലുള്ള സംസാരമൊക്കെ വരുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഓക്കെ, കാരണം സോഷ്യൽ മീഡിയ ആണ്, 2 സൈഡും വേണ്ടെന്ന് പറയുന്നത്. എഗെയിൻ സുനിത ദേവദാസിൻ്റെ ചാനലിൽ ഈ പറഞ്ഞ ഗോപിനാഥ് മുതുകാടിൻ്റെ അടുത്ത് നിന്ന് വെരി വേർഡ് ബൈ വേർഡ് വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് കിട്ടിയ ഒരു മനുഷ്യൻ, ഒരു കുട്ടിയുടെ അച്ഛൻ വന്നിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഷാജി ബാലു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് പറയാനുള്ള എക്സ്പീരിയൻസ്, എന്തൊക്കെ വേഴ്സ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് അവിടുന്ന് കേട്ടത് ഈ മനുഷ്യൻ്റെ വായെന്ന്. ഒരു വിഗ്രഹം വീണുടയുക പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. അതൊരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു നന്മമരം വിഗ്രഹമാവുമ്പോൾ, അതും വർഷങ്ങളായിട്ട് ബിൽഡ് ചെയ്തെടുത്ത ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്നൊക്കെ അറിയുമ്പോൾ കുറച്ച് ടൈം എടുക്കും മലയാളികൾക്ക് ഇതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആവാൻ. അതുവരെ തെറിവിളി കേൾക്കാൻ ഞാൻ റെഡിയാണ്. ഇത് റിലേറ്റഡ് ആയിട്ട് ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫേസ് ഇങ്ങനെയാണ് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്ന ഓരോരുത്തർക്കും ഭീഷണികൾ വരാം, എതിർപ്പുകൾ വരാം, തെറിവിളികൾ വരാം. പക്ഷെ ഒരു ടൈമിൽ നിങ്ങൾ റിയലൈസ് ചെയ്യും അയാളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, അയാളുടെ സംസാരം എന്താണ്, ആ കാപട്യം. ഓക്കെ, അത് മനസ്സിലാക്കും മലയാളികൾ. അതിനൊരു കുറച്ച് സമയം മതി. അത് കഴിഞ്ഞ 2023 ഫേസ്ബുക്ക് വഴി ഒരു അനൗൺസ്മെന്റ് വന്നിരുന്നു ശ്രീ ഗോപിനാഥ് മുതുകാടിന്റെ. ഈ സഹയാത്ര എന്ന ഇപ്പോൾ അനൗൺസ് ചെയ്ത അത് സെയിം പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങളത് ഓൺലൈനിൽ കണ്ടിട്ട് അവിടെ ചെന്നതാണ്. അവിടെ ചെന്നിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്ന ദിവസമാണെന്ന് പറഞ്ഞു. ആ ദിവസം ഈ ടാലന്റ് ടെസ്റ്റ് ആണ്. നമ്മള് ഒരു 3500 പേര് പങ്കെടുത്ത ഒരു ടാലന്റ് ടെസ്റ്റിലാണ് എൻ്റെ മോനും പങ്കെടുത്തത്. അപ്പൊ അതിൽ നിന്നാണ് ഈ 100 പേരെ അവർ സെലക്ട് ചെയ്തത്. അപ്പോൾ അവര് നിർദ്ദേശിച്ച ടൈമിൽ അവർ നിർദ്ദേശിച്ച കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അവരെ സെലക്ട് ചെയ്തു. മെയിൻ ഒരു വിഷയമുള്ളത് DAC, ഡിഫറൻറ്റ് ആർട്സ് സെന്റർ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ അല്ല. പിന്നെ അവിടെ അത് ആദ്യമേ ഗോപിനാഥ് മുതുകാടിന്റെ വീഡിയോയിൽ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഒരു പേരന്റ് അവിടെ മസ്റ്റായിട്ടും അവിടെ കാണണം.
അപ്പോ ഇന്ന കണക്കാണ്, അവിടെ നിങ്ങൾ യാതൊരു പൈസയും കൊടുക്കേണ്ടതില്ല, ഇന്ന ഒരു പേരന്റിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അത് അവിടുത്തെ നിയമമാണ്. അപ്പൊ അതനുസരിച്ച് ഞാൻ മോന്റെ കൂടെ ആദ്യമൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുമായിരുന്നു. ഞാൻ മോന്റെ കൂടെ രാവിലെ അവരുടെ ബസ് വരും ആറ്റിങ്ങൽ വരെ, ആ ബസ്സിൽ കയറി അവിടെ ചെല്ലും. അവിടെ ചെന്നതിന് ശേഷം രാവിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന നിലയിൽ ചായയും ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഈ ബിസ്ക്കറ്റ് തന്നെ, മോന് ബിസ്ക്കറ്റ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ആണ് ആള്, പിന്നെ അത് അല്ലാതെ ഹൈപ്പർ ആവും. അപ്പൊ കുറച്ച് ദിവസം ആയപ്പോ തന്നെ അത് മടുപ്പ് തുടങ്ങി. പിന്നീട് ഉച്ചയ്ക്ക് ഭക്ഷണം നമ്മുടെ നോർമൽ ഭക്ഷണം, വലിയ ഇതൊന്നും ഇല്ലാത്ത. പിന്നീട് നല്ല ഭക്ഷണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഈ വിശേഷ ദിവസം ആരെങ്കിലും ഒരു സെലിബ്രിറ്റീസോ മറ്റാരെങ്കിലും അവരുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ധനാഢ്യരായ ആൾക്കാർ അവരുടെ വീട്ടിലെ വിശേഷങ്ങൾക്കൊക്കെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന സദ്യ. അതാണ് ഇപ്പൊ നമ്മൾ ഈ ഉച്ചയൂണ് സമൃദ്ധമായ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെ മകനെ കൊണ്ടുപോയി ടാലന്റ് ടെസ്റ്റ് വഴി ആ മകൻ അവിടെ അഡ്മിഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ്. അവിടുത്തെ ഭക്ഷണ രീതികളെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പാരൻസിന്റെ സ്റ്റേ, പാരന്റ് ഒപ്പം വേണം. അപ്പോൾ പാരന്റ് അങ്ങനെ ഒപ്പം നിൽക്കുന്ന സമയത്ത് കാണുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം ഇവിടെ ഇനി പറയാൻ പോകുന്നത്. ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇവിടെ ഈ കുട്ടികൾ, ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഇങ്ങനെ ഒരു ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ഇവർ ഓഡീഷൻ നടത്തി. ആ ഓഡീഷനിൽ നിന്ന് വന്ന കുട്ടികൾ അവർ ടാലന്റഡ് ആയതുകൊണ്ടും അവരെ ഇത്രകാലം ട്രെയിൻ ചെയ്യിച്ചതും അവരെ ഇത്രകാലം നോക്കി വളർത്തിയതുമായിട്ടുള്ള ആളുകളെ ഒന്നും അല്ലാത്ത രീതിയിലാക്കിയിട്ട് എല്ലാം ഗോപിനാഥ് മുതുകാട് ചെയ്യിച്ചു, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ചെയ്യിച്ചു എന്നുള്ള രീതിയിൽ അവരുടെ ആ ക്രെഡിറ്റ് മൊത്തം അടിച്ചു മാറ്റി പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ കഴിക്കുന്നതിനും ഇരിക്കുന്നതിനും ഒക്കെ കണക്ക് പറയുന്ന ഒരു മാടമ്പി സ്വഭാവമുള്ള ഒരു വ്യക്തി. കേട്ടോ, ഫുള്ള് കേട്ടോ. ഇവിടുത്തെ അതോറിറ്റി മാനേജരോടും മറ്റു ടീച്ചർമാരോടൊക്കെ പരാതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അതിന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, മീറ്റിംഗ് വിളിക്കും. അങ്ങനെ ഒരു ദിവസം അന്ന് ഈ പറഞ്ഞ് എന്റെ പിറ്റേ ദിവസം മീറ്റിംഗ് വിളിച്ചു. അപ്പോൾ പേരൻസ് എല്ലാം വന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് സംഭവം, ഞങ്ങൾക്ക് ഇന്ന പരാതിയുണ്ട്. എല്ലാം കൂടെ പച്ചക്കറിക്ക് ലിസ്റ്റ് എഴുതുന്നതൊക്കെ ഒരു നീളം ലിസ്റ്റ്. എന്റെ കൂടെ ഇരുന്ന് എനിക്ക് ഇതെല്ലാം തയ്യാറാക്കി തന്ന ആള് പോലും എന്നെ തള്ളി പറഞ്ഞു. അതിലേക്ക് ഞാൻ കടക്കാം. അപ്പോൾ അവിടെ മീറ്റിംഗ് വിളിച്ചു. 5 മണിയായപ്പോൾ 5:45 അവിടെ ക്ലാസ് തീരുന്ന, ഞങ്ങൾക്ക് വീട്ടിൽ പോകേണ്ടതാണ്. 5 മണിയായപ്പോൾ അത്യാവശ്യപ്പെട്ടൊരു മീറ്റിംഗ് വിളിച്ചു. ഇങ്ങനെ മുതുകാട് സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ഹാളിലേക്ക് കയറ്റി. ഞങ്ങൾ ഒരു 70-75ഓളം രക്ഷകർത്താക്കളും അവരുടെ ബന്ധുക്കളും എല്ലാം ആയിട്ട് ഒരു 100-നകത്ത് പേര് ആ ഹാളിൽ എല്ലാവരും കൂടെ കയറി ഇരുന്നതിന് ശേഷം ക്യാമറയും എല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു സെറ്റ് കൊണ്ടിട്ട് പുള്ളി അവിടെ വന്നിരുന്നു. ചോദിച്ചു, സുഖം തന്നെയെന്ന് ചോദിച്ചു. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇന്ന ആളാണ്, ഞാൻ കൊല്ലം ഓട്ടിസം ക്ലബിന്റെ സെക്രട്ടറി കൂടെയാണ്, ഹരികൃഷ്ണൻ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനാണ്. അപ്പൊ സാറേ, ഇവിടുത്തെ നടത്തിപ്പിൽ പാകപ്പിഴകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അത് സാറിനെ ഒന്ന് ബോധിപ്പിക്കണം. കുട്ടികളുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. ഇത്രയുമാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി എഴുന്നേറ്റ് നിന്ന് ഞാൻ പറയാം. തൊട്ടടുത്ത് എന്റെ വൈഫ് ഇരിപ്പുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ ആ വാക്ക്, പരിതാപകരം എന്ന് പറയുന്ന വാക്ക് എന്നെ പ്രകോപിതനാക്കി. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അറ്റം ദേഷ്യമാണുള്ളത്. നിങ്ങൾ ഒന്ന് ഓർക്കണം, നിങ്ങളുടെ കുട്ടിയെ പോലുള്ള ഒരു കുട്ടി എനിക്കില്ല എന്ന് പറയുമ്പോൾ എന്റെ വൈഫ് എന്നെ ഒന്ന് പിടിച്ചു. അപ്പൊ എന്റെ ഒരു വാള് പോലൊരു സാധനം എന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോയാണെന്നൊക്കെ എനിക്ക് തോന്നി. എന്റെ ഫീലിംഗ് അതാണ്. ഒരു കുട്ടി എനിക്കില്ല, അദ്ദേഹം പറയുന്ന വാക്കുകളാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുടിക്കുന്ന ചായ, ബിസ്ക്കറ്റ്, നിങ്ങൾ ഈ ഉച്ചയ്ക്ക് ഉണ്ണുന്ന ഊണ്, നിങ്ങൾ കയറി വരുന്ന വാഹനം, ഇതെല്ലാം എന്റെ സൗജന്യമാണ്, എന്റെ ഔദാര്യമാണ്. ഈ വാക്കാ പറഞ്ഞത്. 1 അല്ല 4 പ്രാവശ്യം പുള്ളി അത് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാലോചിച്ച്, ഇതെല്ലാം മറ്റു വ്യക്തികൾ ഈ സ്ഥാപനത്തിലെ കുട്ടികളെ കണ്ടുകൊണ്ട് കൊടുക്കുന്ന ഔദാര്യം വാങ്ങിക്കൊണ്ട് ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? അതാണ് എന്റെ വിഷയം. ഇത്രയും നമ്മൾ നീട്ടിപ്പരത്തി ഒന്നും പറയണ്ടായിരുന്നു. എന്റെ വിഷയം അതാണ്. എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് സ്തബ്ധരായി പോയി. പുള്ളി എന്നിട്ട് പറഞ്ഞ, അതല്ല, നിങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല, പരിതാപകരം, ഈ അവസ്ഥയെ നിങ്ങൾ ഒരിക്കലും തുടരണ്ട. ആയിരക്കണക്കിന് പേര് ഹൈ ലെവൽ റെക്കമെൻഡായിട്ട് പുറത്ത് പോകണം, നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ കുട്ടിയെ വിളിച്ചെന്ന് പറഞ്ഞ്. എന്റെ സ്ഥാനത്ത് മാഡത്തിനെ ചിന്തിച്ചു നോക്കൂ. അപ്പൊ മാഡം എന്ത് പറയും? അവിടെ നിന്ന് നമ്മുടെ നാക്കിറങ്ങി പോകത്തേ ഉള്ളൂ. ഒന്നും ചലിക്കാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന ക്യാമറ തുറക്കുമ്പോൾ ഇപ്പൊ ഞാൻ ക്യാമറ തുറന്നപ്പോ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, ഞാൻ യാഥാർത്ഥ്യമാണ് വിളിച്ചു പറയുന്നത്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല. ക്യാമറ തുറക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ അഭിനയിക്കണമെന്നറിയാം. ആ മുതുകാട് സാർ അല്ല നമ്മൾ ഈ യഥാർത്ഥത്തിൽ കാണുന്നത്. ഞാൻ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു, കൂടെ കിടന്നവനെ രാപ്പനി അറിയുമെന്ന് പറയുന്ന കണക്ക്, യഥാർത്ഥ മുതുകാടിനെ അറിയണമെങ്കിൽ അവിടെ ചെല്ലണം. അവിടെ അംഗമായി അവിടെ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിയെങ്കിൽ പറ്റും. ഇതേപോലെ ഞങ്ങളോട് ഇത്രയും പേരൻസിന്റെ പരസ്യമായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞെങ്കിൽ, മാവേലിക്കരയുള്ള ഒരു പേരന്റ് അവിടുന്ന് അവർ കരഞ്ഞോടെ ഇറങ്ങിപ്പോയത്. ഞങ്ങളെ പോലെ തന്നെ അവരെടുത്ത് അടച്ചിട്ട മുറിയിലാ പറഞ്ഞത്. അടച്ചിട്ട മുറികളിൽ പല
ഇതുപോലെ നിങ്ങളെ പോലെ ഒരു കുട്ടി എനിക്കില്ല, എന്നിട്ട് ഞാൻ ഇത് ചെയ്യുന്നത്, ഇത് എന്റെ ഔദാര്യമാണ്, വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ തുടരുക, അല്ലെങ്കിൽ പൊക്കോളാൻ പറയും. ഈ കുട്ടികളുടെ ഔദാര്യത്തിലാണ് മുതുകാട് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പോൾ ബിൽഡ് ചെയ്ത് നിൽക്കുന്നത്. ഈ ബിൽഡപ്പൊക്കെ കാണിച്ച് നന്മമരമായിട്ട് എയർപോർട്ടിൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വരുമ്പോൾ ചെക്കിങ് ഉണ്ടോ, ഇല്ലേ? മുതുകാട് വരുമ്പോൾ ഇല്ല. എന്താ? അതാണ് മുതുകാടിൻ്റെ ബ്രാൻഡ്. അത് ഔദാര്യമാണ്, മനസ്സിലായോ? ഔദാര്യം. ഈ കുട്ടികളെ കാണിച്ച് നിങ്ങൾ നാട്ടുകാരുടെ അടുത്ത് ഈ കുട്ടികളെ കാണിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സെൻറ്റിമെൻ്റൽ സാധനത്തിൽ നിന്ന് നന്മമരമായി ബ്രാൻഡായി വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കുട്ടികൾ കാരണം നിങ്ങൾക്ക് കിട്ടിയ ഔദാര്യമാണ്. ഈ കുട്ടികളാണ് നിങ്ങൾക്ക് ഔദാര്യം തരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് പാരൻസിനോട് ഈ ഡയലോഗല്ലേ, അവിടെ നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ പറ്റും ഒരു മനുഷ്യന്? എങ്ങനെ ചോദിക്കാൻ പറ്റും? അല്ല, ഇത് ഞാൻ പറഞ്ഞു, ഇത് ഒരാളുടെ എക്സ്പീരിയൻസ് അല്ല, ഒരുപാട് പേരുടെ എക്സ്പീരിയൻസാണ്. പക്ഷെ അവരൊക്കെ മിണ്ടാൻ പേടിക്കുന്നത് എന്താ അറിയോ? ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇവിടെ രാഷ്ട്രീയം വരെ ഇതിനകത്ത് കടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൻ്റെ എലമെന്റ് ഇതിൽ കൊണ്ടുവരാത്ത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട്, രക്ഷിതാക്കൾ ഇവിടെ ഉണ്ട്. അവർ പുറത്തു വരട്ടെ. ഇങ്ങനത്തെ ഫേക്ക് ഫേസസ് വീഴണം, താഴെ വീഴണം കംപ്ലീറ്റ്ലി ഇങ്ങനത്തെ ഫേക്ക് ഫേസസ്. എന്നിട്ട് ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തോ, ഒരു കുഴപ്പമില്ല. ഗവൺമെൻറ് എന്താ പറ്റില്ലേ ഇത്ര ഫണ്ട് ഇറക്കാനോ? അല്ലെങ്കിൽ ഗവൺമെൻറ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇത്ര ആളുകൾ വന്ന് ഈ ഫണ്ടൊന്നും കൊടുക്കില്ലേ? എങ്ങനെ ചോദിക്കാൻ പറ്റണേ? അല്ലെങ്കിൽ ഇങ്ങനെ ഗോപിനാഥ് മുതുകാട് പല സാഹചര്യങ്ങളിലായിട്ട് പറഞ്ഞൊരു കഥ ഉണ്ട്. ഞാൻ ഇങ്ങനെ മാജിക്കൊക്കെ നിർത്തി ഈ ഒരു വഴിയിലേക്ക് വരാൻ കാരണം ഞാനൊരു അമ്മയുടെ കണ്ണീര് കണ്ടു എന്നൊക്കെ. അങ്ങനെ ഒരു കണ്ണീര് കണ്ട മനുഷ്യനാണെന്നുണ്ടെങ്കിൽ തനിക്ക് എങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റും എനിക്കിങ്ങനെ ഒരു കുട്ടിയില്ല, എൻ്റെ ഔദാര്യമാണെന്നൊക്കെ തനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ക്യാമറ ഓൺ ആക്കുമ്പോൾ താൻ നന്മമരം, ക്യാമറ ഓഫ് ആക്കുമ്പോൾ മാടമ്പി, അല്ലേ? ഇത് നിങ്ങൾ വ്യൂവേഴ്സ് എന്നെ കയറി തെറി വിളിച്ചോ, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ കയറി നിങ്ങൾ തെറി വിളിച്ചോ, നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു വിഗ്രഹമായിട്ട് കൊണ്ട് നടക്കേണ്ടവർ നിങ്ങൾ കൊണ്ടു നടന്നോ? ഇതൊരാളുടെ എക്സ്പീരിയൻസ് അല്ല. ഒരുപാട് പേര് ഈ മോശപ്പെട്ട വാക്കുകൾ ഈ പറഞ്ഞ വ്യക്തിയിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞു എന്നോട്, മുതുകാടിൻ്റെ പാസ്റ്റ് നോക്കി നീ ഇയാളെ വലിയൊരു മജീഷ്യൻ, കൊറോണ വന്നപ്പോൾ മാജിക് നിന്നുപോയി. പിന്നെ എത്രയോ ചാനലുകളിൽ മാജിക്കിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ റിവീലായി. പണ്ടത്തെ പോലെ എവിടെയെങ്കിലും ഒരു മാജിക് ഷോ വെച്ചാൽ നിങ്ങൾ പോയി കാണുമോ? ഞാൻ പോയി കാണില്ല. കാരണം എല്ലാം റിവീൽഡാണ്. ആര് പോയി കാണും മാജിക്ക്? ആരും കാണൂല. അല്ലെങ്കിൽ പിന്നെ മാജിക്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരണം. സ്ട്രീറ്റിൽ ഇറങ്ങി നമ്മളെ വാവ് എന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരണം. അല്ലാതെ പെട്ടിക്കകത്ത് മോയലിനിട്ട് ഇപ്പോഴും തൊപ്പിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആളുകൾ പോയി കാണൂടെ? ഇല്ല. പണ്ട് മുതുകാടിനെ കണ്ട് വാവ് എന്ന് പറഞ്ഞവർ ഇപ്പം ഈ കാലഘട്ടത്തിലൊന്നും ചെയ്യൂല. അപ്പം അയാൾക്ക് അയാളുടെ ലൈഫിൽ ഇതാണ് ഇനി അടുത്തത് എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷെ റിയാലിറ്റിയിൽ ഇരിക്കുന്ന അയാളുടെ ആ മാടമ്പി സ്വഭാവവും അയാളുടെ ആ ഒരു അഹങ്കാരവും ധാഷ്ട്യവും ഒക്കെ ക്യാമറ ഓഫ് ആക്കുമ്പോൾ അയാൾ തീർക്കുന്നത് ഈ പാരൻസിനോടാ, ഈ കുട്ടികളുടെ അടുത്താ. ഇപ്പം നോർമലായിട്ട് പോകുന്ന ഒരു മനുഷ്യനെ ആണെങ്കിൽ പോലും ഒരു വാക്കുകൊണ്ട് വേദനിപ്പിച്ചാൽ അയാൾ അവിടെ തകർന്നു പോയാൽ അത് കഷ്ടമല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത്രയും ലൈഫിൽ അവരുടെ ഒരു കുട്ടിയെ വളർത്തി കൊണ്ടുവന്ന ആ കുട്ടിക്കൊപ്പം വളരുന്ന പാരൻസിനോട് പോയിട്ട് ഈ ഡയലോഗ് അടിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ. തകർന്നു പോയിട്ടാണ് ഇവർ പ്രതികരിക്കാതിരുന്നത്. ഇപ്പം പ്രതികരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടൈം, എല്ലാവരും വരുന്നുണ്ട്, വരണം. ഞാൻ പറയുമ്പോൾ എന്താ പറയുക, അവിടെ പേടിച്ചിരിക്കുന്നതും ഇയാളിൽ നിന്ന് അനുഭവങ്ങളുള്ള വ്യക്തികൾ ഓരോന്നായിട്ട് വന്നിട്ട് ഇവിടെ പുറം ലോകത്തിനോട് ഇത് വിളിച്ച് പറയണം. ഇയാൾ ഇങ്ങനെയാണ്, ഇയാളെ സ്വഭാവം ഇതാണ് എന്ന് പറയണം. വേണോ നമ്മൾ നാടൻ ഭാഷ വേണമെങ്കിൽ നക്കിയിട്ട് പോടാ വേണോ എന്ന് പറയുന്ന ശൈലിയില്ല. അതേ മുഖഭാവമാണ് നമുക്ക് തോന്നുന്നത്. അപ്പോ അന്ന് ഞാൻ ഇതിന്റെ ഫൈനൽ വാക്കത് ആ മുതുകാടെന്ന് പറയുന്ന വിഗ്രഹം, എന്റെ വൈഫ് ഇവിടെ മുതുകാട് സാറിന്റെ വീഡിയോ കാണാതെ ഉറങ്ങത്തില്ല. രാവിലെ ഉണരുമ്പോ വീഡിയോ കാണണം. മുതുകാട് സാറിന്റെ സുവിശേഷം കേട്ടാണ് ഉണരുന്നത്. ആ വൈഫ് പറയാ ഇങ്ങനെ ഇങ്ങനെ ഇതുമ്പിക്കറിയാ പറയാ, ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു മുതുകാടെന്ന് പറയുന്ന വിഗ്രഹം ഉടഞ്ഞു. ഇതവിടെ പല പല പേരൻസും എന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞവര്. പിറ്റേ ദിവസം ഞങ്ങള് അതേ വന്നിട്ട് പോയി മാനേജർ അടുത്ത് ചെന്ന് മാനേജർ വിളിച്ചു. അവിടെ ചെന്നപ്പോ പുള്ളി പറയാ, നിങ്ങൾ നാളെ തൊട്ട് വരാതിരിക്കരുത്, ഇതൊക്കെ സാറങ്ങ് മറക്കും, സാറ് നാളെ നിങ്ങളെ കാണുമ്പോൾ ഇത് മറന്നു പോകുന്നു. അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു, ഞാനൊരു പെറ്റ അമ്മയാണ്, എനിക്ക് ഒരിക്കലും ഇത് മറക്കാൻ പറ്റൂല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ചതിന്റെ പേരിൽ കേട്ട ഏറ്റവും അപമാനകരമായ വാക്കാണ് നിങ്ങളുടെ കുട്ടിയെ പോലെ ഒരു കുട്ടി എനിക്കില്ല, എന്റെ മോൻ നോർമലാണ് എന്ന് ഒരു വാക്ക്. നിങ്ങൾ എന്റെ ഔദാര്യമാണ് നിങ്ങൾ ഇവിടെ പറ്റുന്നത്, നിങ്ങളുടെ കുട്ടിയും അനുഭവിക്കുന്നത്. എന്നിട്ട് ഒരു വാക്കൂടെ പുള്ളി പറഞ്ഞു, ഇതേ സമാന പരാതി ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സെയിം ഇപ്പൊ ഇറങ്ങാം ഇവിടുന്ന്, ആരും ഇവിടെ നിൽക്കണമെന്നില്ല, ഇഷ്ടം പോലെ ആൾക്കാർ ഹൈ ലെവൽ റെക്കമെൻഡായിട്ട് പുറത്ത് നിൽപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത്.
ഇയാളുടെ ധൈര്യം എന്താ പറയുക, കേരളത്തിലുള്ള ഇതുപോലുള്ള കുട്ടികളും പാരൻസൊക്കെ വെയിറ്റിംഗ് ആണ് മുതുകാട് സാറിൻ്റെ സ്ഥാപനത്തിലേക്ക് എന്നുള്ളതാണ്. അതാണ് അയാൾ ഉണ്ടാക്കിയ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് അയാൾ ആ വാല്യൂവും ബ്രാൻഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കുട്ടികളുടെ ഔദാര്യമാണ്. ഈ കുട്ടികളുടെ അടുത്ത് ഇയാൾ ഈ കാണിക്കുന്ന ചെയ്തികളും ഈ വർത്തമാനങ്ങളും ഇങ്ങനത്തെ ധാർഷ്ട്യവും ഇത് സഹിച്ചു കഴിയുന്ന പാരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ, ഇയാളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ക്ഷമിച്ച് സഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടും നിങ്ങളെ കുട്ടികളോടും ചെയ്യുന്ന ചതിയാണ്. പിന്നെ ഈ പുറത്ത് കാണുന്നവർ കേൾക്കുന്നവർ എന്ത് പറയുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞങ്ങളുടെ മനസ്സിൽ ആ വിഗ്രഹം അന്നത്തോടുകൂടി മുതുകാടെന്ന് പറയുന്ന വിഗ്രഹം ഉടഞ്ഞു കഴിഞ്ഞു. പിന്നെ പുള്ളി ഇനി എന്ത് പറഞ്ഞാലും അവിടെ എല്ലാത്തിനും പ്രിഫറൻസ് കൊടുക്കുന്ന ആ ഒരു 10-20 കൂട്ടിനകത്തുള്ള കുട്ടികളുണ്ട്, പച്ച യൂണിഫോമിലുള്ള, നിങ്ങൾ ഈ കാണുന്ന, അവരെ പുറത്ത് കൊണ്ടുപോകുള്ളൂ. ഡൽഹിയിൽ കൊണ്ടുപോയില്ല എന്നും പറഞ്ഞ ഒരു അമ്മ അവിടെ ബോധം കെട്ട് വീണെന്ന് പറയുന്നുണ്ട്. എല്ലാവരും നിശബ്ദരാണ്. കാരണം നാളെ കിട്ടുന്ന ഒരു ബിരിയാണിയാണ് അവരുടെ എല്ലാം പ്രതീക്ഷ. നമ്മൾ ആരെ വിശ്വസിച്ചിട്ടാ പോകുന്നത്? മോന്റെ സ്വഭാവത്തിൽ പ്രകടമായ വ്യത്യാസം വന്നു. അവന് ഒരു സൈഡ്, മുഖത്തിന്റെ ഒരു സൈഡിന് ഒരു കോടൽ വരെ വന്നു. അത്രയും ടെൻഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് നിന്ന്. ഞാൻ ചില സമയത്ത് ഞാൻ വെള്ളം കൊണ്ടു കൊടുക്കാനോ എന്തെങ്കിലും കാര്യം എന്നൊക്കെ പറഞ്ഞ് കയറാറുണ്ട്. കയറുമ്പോൾ ഞാനത് കണ്ടു. പിന്നെ നമുക്ക് ചായ കുടിക്കാനകത്ത് ഒരു 11 മണിയാകുമ്പോൾ ചായ കുടിക്കാൻ അതിൻ്റെ അകത്ത് എടുത്തു വയ്ക്കും. അത് തന്നെ നമ്മളില്ല വലിയ ആളുടെ വീട്ടിൽ ഭിക്ഷയ്ക്ക് ചെല്ലുമല്ലോ. ആ ബോംബെയിലൊക്കെ കുറച്ച് മുതലാളിമാരുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഭിക്ഷയ്ക്ക് ഇരിക്കുന്ന അതുപോലെ ആണ് നമ്മളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. പരിതാപകരമായ അവസ്ഥ. ഈ കുട്ടികള് ചില ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിന്റെ കൂടെ ഗസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ കുട്ടികൾ പോകും. പല ദിവസവും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് കുട്ടികൾ പുറത്ത് പോകുന്നു. അപ്പൊ ഞാൻ ഈ വഴക്ക് പറഞ്ഞതിന്റെ വിഷമത്തിൽ ഞാൻ പുറത്ത് ഇരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന ഒരു കുട്ടി ഇറങ്ങി പോകുന്നു. അപ്പൊ ഞാൻ അതിന്റെ അപ്പൂപ്പനെ അവിടെ കൊണ്ടുവരുന്ന കുട്ടി, അപ്പൂപ്പനെ വിളിച്ചു പറഞ്ഞപ്പോ 1/2 കിലോമീറ്റർ പുറത്ത് ഒരു കടയിൽ ചായ കുടിക്കാൻ പോയിരുന്നു. അദ്ദേഹം അവിടുന്ന് ഓടി വന്നു, വളരെ വികാരപരമായിട്ട് ഓടി വന്ന്. അത്രയും വയസ്സായ മനുഷ്യൻ അത്രയും ഓടാനും പാടില്ല, വന്നു. അപ്പൊ ഒരു ടീച്ചറിന്റെ കയ്യിൽ കുട്ടിയെ കിട്ടി. അപ്പൊ കിട്ടിയെന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ അടുത്ത് ഇരുന്ന് സമാധാനപ്പെട്ടു. അതേ കുട്ടി തന്നെ പല ദിവസങ്ങളിലും പുറത്തു പോയിട്ടുണ്ട്. പിന്നീട് കുട്ടികൾ പേടിച്ച് ബാത്റൂമിലും ഒരുപാട് മൂലകളുണ്ട് ആ സെന്ററിന്, അവിടെയൊക്കെ പോയിരിക്കും. അപ്പൊ ഇതൊക്കെ ഞാൻ പരിതാപകരം എന്ന് പറയുന്ന അവസ്ഥകൾ ഇതൊക്കെയാണ്. പിന്നെ ഈ കണ്ടമാനം ഈ ബിസ്ക്കറ്റ് കൊണ്ടുവച്ചിരിക്കുന്നത് പിള്ളേരെ ഇഷ്ടം പോലെ വാരി തിന്നും. എന്നിട്ട് അവര് ഹൈപ്പർ ആവും, അവര് വയലന്റ് ആവും. അപ്പൊ ഈ പരിതാപകരം എന്ന് പറയുന്ന വാക്ക് ഞാൻ പിൻവലിക്കാം, അദ്ദേഹത്തിനോട് മാപ്പ് പറയാം. പരിതാപകരം എന്ന് പറയുന്ന ഞാൻ കണ്ട അവസ്ഥകൾ അദ്ദേഹം മാറ്റട്ടെ. പരിതാപകരം എന്ന് പറയുന്നത് എനിക്കറിയാം. എനിക്ക് 2013 തൊട്ട് ഞാൻ ഇത്തരം കുട്ടികളുടെ ഫാമിലികളിൽ പോകാറുണ്ട്, അവരെ കാണാറുണ്ട്, അവരുമായിട്ട് അടുത്ത് ഇടപഴകാറുണ്ട്. അവരുടെ കാര്യങ്ങൾ എനിക്കറിയാം. എന്നെ കണ്ട ഈ പറയുന്ന എല്ലാ ഫാമിലിയിലെ കുട്ടികൾക്കും എന്നെ തിരിച്ചറിയാം. അവരുടെ സ്വഭാവങ്ങളും അവരുടെ രീതികളും എല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇവരുടെ കൈകാര്യം ചെയ്യുന്ന രീതി തെറ്റാണ്. ഇങ്ങനെ അല്ല ഇവരെ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു കുട്ടി ജനഗണം കഴിഞ്ഞിട്ട് പുറത്തു പോകാമോ എന്ന് പേരൻസ് പുറത്തു പോകാമോ എന്ന് പറയും. അപ്പൊ ഈ കുട്ടി അവിടെ നിന്ന് വയലന്റ് ആയി നിലവിളിക്കുക, സൗണ്ട് ഉണ്ടാക്കി. അതിന്റെ അമ്മയ്ക്ക് അങ്ങോട്ട് പോയി ഇത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോയി ആ കുട്ടിയെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് കരീഷ്മയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇത്ര ടൈം ലിമിറ്റ് ഉണ്ട്, അതിന്റെ ആ സമയത്തെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അവർ പിന്നെ അത് കഴിഞ്ഞിട്ട് പരാതി പറഞ്ഞുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ അവിടെ പിടിച്ചു നിർത്തിയിട്ടല്ലേ ഈ കുഴപ്പം പറ്റിയത് എന്നൊക്കെ അവർ പരാതി പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ കണ്ടു. അപ്പൊ അതേ സാഹചര്യങ്ങളാണ് ഞാൻ പരിതാപകരം എന്ന് പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾക്കെതിരെ വളരെ ധാർഷ്ട്യമായി, വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവരെ വളരെ മോശമായിട്ട്, അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ ആ ഒരു സ്റ്റെബിലിറ്റി വരെ ഇല്ലാതാക്കുന്ന രീതിയിൽ പാരൻസിനെ അടിച്ചമർത്തുന്ന രീതിയിൽ സംസാരിച്ച് അവരെ ഇല്ലാതാക്കി. ഒരുമാതിരി എന്താ പറയുക, ഞാനാണില്ല, ഞാൻ കഴിഞ്ഞ ഇവിടെ എന്തുള്ളൂ. പിന്നെ ഈ കുട്ടികൾ, ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരെ ടാലൻറ്റ് മൊത്തം ഇവരാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് മൊത്തം അടിച്ചു മാറ്റുന്ന വേറെ പരിപാടി. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന പാരൻസിനെ ഒന്നുമല്ലാത്ത രീതിയിൽ ഇത്ര മോശമായ വാക്കുകൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ സഹിക്കുമോ നിങ്ങളൊക്കെ? ഇതിപ്പോൾ ഒരാളല്ലല്ലോ പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ എത്ര എക്സാമ്പിൾസ് വരുന്നുണ്ട്, ഇപ്പോൾ എത്ര പേര് വരുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൂട്ടത്തോടെ വാ. നിങ്ങൾ കൂട്ടത്തോടെ ഈ വ്യക്തി ചെയ്ത പ്രവർത്തികൾ, നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ പുറം ലോകത്തിനോട് പറ. അല്ലാതെ ഏതോ ഒരു മറ്റേ കുറേ ആളുകൾക്ക് വേണ്ടി, കുറേ രാഷ്ട്രീയക്കാർക്കും വേറെ കുറേ ടീമിനും വേണ്ടി, അവരുടെ ഇടപാടുകൾക്ക് വേണ്ടി നിങ്ങൾ നിന്നു കൊടുക്കല്. ഇപ്പം ഇങ്ങേര് പറഞ്ഞ പോലെ എന്നോ ഒരു ബിരിയാണി കിട്ടുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അവിടെ നിൽക്കല്. അത് നിങ്ങളെ മക്കളോടും നിങ്ങളോടും സ്വയം ചെയ്യുന്നൊരു ക്രൂരതയാണ്. വരും തലമുറയ്ക്ക് തന്നെ നിങ്ങൾ ചെയ്യുന്നൊരു ക്രൂരതയാണത്. എന്ത് പ്ലാൻ 2000 കോടി പ്ലാൻ, 3000 കോടി പ്ലാൻ, എന്ത് പ്ലാൻ ഇട്ടാലും ഇതല്ലേ അവിടുത്തെ സിസ്റ്റം.
ഇയാളല്ലേ നോക്കുന്നത്. കാഴ്ച ബംഗ്ലാവ് കാണാൻ പോണത് പോലെ, ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു സൂ കാണാൻ പോണത് പോലെ ഉള്ള ലാഘവത്തോടു കൂടി പോകുന്ന ഈ മലയാളിയോട് നമ്മൾ എന്ത് പറയാനാ? ഈ കുട്ടികളുടെ ദൈന്യത കാണാൻ അവിടെ പോകുന്നു. എല്ലാവരും വെക്കേഷൻ ടൂർ പ്ലാൻ ചെയ്യുന്നത് ഡിഫറൻറ്റ് ആർട്ട് സെന്റർ അടങ്ങുന്ന മാജിക് പ്ലാനറ്റിലോട്ടാണ്. അവർ പോട്ടെ, മാജിക് കണ്ടോട്ടെ, അടുത്ത മറ്റ് മാജിക് ഇതര കാര്യങ്ങൾ കണ്ടോട്ടെ, ആ തിയേറ്ററുകളൊക്കെ ആസ്വദിച്ച് വന്നോട്ടെ. ഈ കുട്ടികളുടെ ദൈന്യത, അവരുടെ കലാപരിപാടി, അതൊക്കെ വേറെ മറ്റ് ഇതിലല്ലേ അവതരിപ്പിക്കാനുള്ളത്. അതിനൊന്ന് വേദികൾ കണ്ടെത്തി അത്തരം വേദികളിലല്ലേ അതൊക്കെ അവതരിപ്പിക്കാനുള്ളത്. ഇവിടെ ചെല്ലുന്നു, ഇങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ഒട്ടകത്തിനെ കണ്ടു, മാനിനെ കണ്ടു, മുയലിനെ കണ്ടു, പുലിയെ കണ്ടു, സിംഹത്തിനെ കണ്ടു, സിംഹവാലൻ കുരങ്ങിനെ കണ്ടു പുറത്തു വരുന്ന പോലെ ആദ്യം വിധവൻ അവിടെ ചെന്നു, അവിടെ നമ്മൾ കുറച്ച് സങ്കടം ഇറക്കി വെച്ചു, സങ്കടം വിതരണം ചെയ്തു. അപ്പുറത്ത് ചെന്ന് ഡാൻസിന്റെ അവിടെ ചെന്ന് അവിടെ നമ്മൾ കുറച്ച് സങ്കടം ഇത് ചെയ്തു. നമ്മുടെ കുറച്ച് സങ്കടങ്ങൾ അവിടെ ഇത് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ളത് അവരുടെ പെട്ടിയിൽ ഇട്ടിട്ട് വരുന്നു. ഇതാണ് അവിടെ ഞാൻ കണ്ടത്. ഇത് എന്റെ കുഞ്ഞിനെ അങ്ങനെ ഒരു പ്രസന്ന വസ്തുവാക്കി വിട്ടുകൊടുക്കാൻ ഞാൻ ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ കൂടെ വന്നൊരു പേരന്റ് ഇന്ന് കരഞ്ഞു പറയുന്ന കണ്ടു. അവൻ കീബോർഡ് വായിക്കുന്ന പയ്യനാണ്. അവൻ കീബോർഡ് വായിക്കുന്നത് കൊണ്ടാണ് അവിടെ അഡ്മിഷൻ കിട്ടിയത്. എന്റെ കൂടെ അവിടെ വന്ന് ടാലന്റ് ടെസ്റ്റിൽ പങ്കെടുത്തു. അവൻ അവിടെ കീബോർഡ് വായിക്കുകയും ചെയ്യും. അപ്പൊ അവൻ ഇന്ന് പറയുന്നത് ആ ഒരു കള്ളത്തരം കേട്ടിട്ട് എന്റെ ചങ്ക് പൊടിഞ്ഞു പോയോ, ഇവിടെ വന്ന് ഇത്രയും പരിശീലനം കിട്ടി അവൻ ഈ നിലയിൽ എത്തിയെന്ന് പറയുന്നു. അപ്പൊ അവരൊക്കെ അടിമകളാ. അവരൊക്കെ ഈ നാളെ കിട്ടുന്ന ബിരിയാണി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്ന അടിമകളാണ്. അവരെ യഥാർത്ഥ അവസ്ഥ എനിക്കറിയാം. അവരുടെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാം. അവരുടെ മകൾ അവിടെ വരുമായിരുന്നു. അവരെ ശരിയായ അവസ്ഥ എനിക്കറിയാം. പക്ഷെ ഇവരൊക്കെ എന്തിനിങ്ങനെ ഈ കുട്ടി ഉള്ളതിന്റെ പേര് ഈ കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നു? എനിക്ക് ചിരി വരുന്നത് അഷീൽ സാറിന്റെ സ്റ്റേറ്റ്മെന്റും ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ മനസ്സിൽ ചിരിച്ചു. പുള്ളി അവിടെ നിന്ന് കരകേട്ടിട്ട് പാട്ട് പാടുന്നുണ്ട്. ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ അവിടെ വന്നിട്ട് അങ്ങോട്ട് നിർബന്ധിച്ച് കരകേട്ടിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട് പ്രവേശനോത്സവത്തെ. അപ്പൊ പറഞ്ഞു സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പുതിയ ഡയറക്ടറാണെന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് നിശബ്ദരായിരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട പല ആൾക്കാരും നിശബ്ദരാണ്, അവിടുത്തെ ഡിവോട്ടീസ് ആണ്. അതുകൊണ്ട് നീതി കിട്ടുമെന്നൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി പറയാതിരുന്നിട്ടും കാര്യമില്ല. മനസ്സിലാക്കട്ടെ, നമുക്ക് അത്രേ പറയാൻ അത്രേ ഉള്ളൂ. ഒരാളും മനസ്സിലാക്കില്ല, ഒരു മലയാളി മനസ്സിലാക്കുന്നു. എനിക്ക് പേഴ്സണലി ഫീലിംഗ്, ഞാൻ ഒരു മലയാളി എന്ന് പറഞ്ഞാൽ എല്ലാവരും തള്ളിപ്പളയുന്നില്ല. പക്ഷെ ഇപ്പോഴും മുതുകാട് എന്ന് പറഞ്ഞ നന്മ മരം എന്തോ വലിയ സംഭവമാണ്. മുതുകാട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ദിവസം വരെ ഈ മുതുകാട് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ മോട്ടിവേഷൻ ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാമല്ലോ. എന്നാലും നമ്മൾ കേൾക്കുമ്പോൾ വാവ്, ഇയാൾ കൊള്ളാലോ, ഇയാൾ സൂപ്പറാണല്ലോ, ഇയാൾ അടിപൊളിയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നടന്ന ഒരാളാ ഞാൻ പറഞ്ഞല്ലേ. അങ്ങനെ നടന്ന ഒരാള് എനിക്ക് റിയാലിറ്റി എന്താന്ന് മനസ്സിലാവുമ്പോഴല്ലേ നമ്മൾ മാറണ്ടേ. ആ റിയാലിറ്റിയാണ് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ട്. ഇവർക്ക് എന്ത് കാര്യമുണ്ട് മുതുകാട് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചിട്ട് ഇല്ലാ കാര്യങ്ങൾ പറയേണ്ട ആവശ്യം? ഇതിപ്പോൾ ഇല്ലാ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് പലർക്കും പറയും. ചിലപ്പോൾ അങ്ങനെയാണ്. മുതുകാട് ഡിവോട്ടീസ് വന്നിട്ട് ഇതൊക്കെ ഇല്ലാത്ത കാര്യമാണെന്ന് പറയും. പിന്നെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇവർക്കിതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ചെയ്ത് വെച്ചവർ കാണും, ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ വല്ലതും പുറത്ത് വരാം. അങ്ങനെ സംഭവിക്കാമല്ലോ. അപ്പം എല്ലാവർക്കും ഇതൊന്നും പറ്റണമെന്നൊന്നുമില്ല. അങ്ങനെ ചെയ്യാത്ത പക്ഷം ഇവരുടെ കയ്യിൽ പ്രൂഫ് ഇല്ല, അതുകൊണ്ട് ഇവർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം വന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ഒരു വ്യക്തിയിൽ നിന്ന്, മുതുകാട് എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് സെയിം കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് അനുഭവിച്ച് വിഷമിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. അവരൊക്കെ കൂട്ടത്തോടു കൂടി നിന്നിട്ട് ഇയാളെ കുറ്റം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്ന് എന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല എന്ത് കോപ്പിരിക്കണം ഇയാൾക്ക് എടുത്ത് വെച്ച് കൊടുക്കാനുള്ളത്? ഇയാളെ ആ കുട്ടികളെ സെൻറ്റിമെൻറ്റ്സ് നാട്ടുകാരെ കാണിച്ചിട്ടാണ് ഇയാൾ ബ്രാൻഡായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഫേക്ക് ഫേസുകൾ ഒരിക്കലും മലയാളി തിരിച്ചറിയാതെ പോകരുത്. ഓക്കെ, ക്രൂരതയാണത്.